രാഹുൽ പാലക്കാട്ട് തന്നെ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൂടുതലായി ബൂത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി അടുത്ത മിനിറ്റുകളിൽ ഇപ്പോൾ 5:20 ഇനി 40 മിനിറ്റ് കൂടിയുണ്ട് പോളിംഗ് സമയം അവസാനിക്കാൻ. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ, എവിടെയാണ് രാഹുൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? സുജി, ഇപ്പോൾ രാഹുൽ ഉള്ളത് MLA ഓഫീസിന് സമീപത്തെ ഒരു വീട്ടിലാണ്. രാഹുലിന്റെ കാടാങ്കോടുള്ള മണപ്പുള്ളിക്കാവുള്ള MLA ഓഫീസിന് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് എത്തി ഈ വീട്ടിലുള്ള ആളുകളെ കണ്ട് രാഹുൽ സംസാരിക്കുകയാണ്. നേരത്തെ ഈ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം രാഹുൽ പാലക്കാട് യാക്കരയിലുള്ള ഒരു ഹോട്ടലിന് സമീപത്തേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് തിരിച്ച് MLA ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. രാഹുൽ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത്ര ദിവസം. ഈ അതിജീവിത പരാതി നൽകുന്നതിന് മുമ്പ് രാഹുൽ പറയുന്നത് എല്ലാം നേരിടുന്നതാണ്. പക്ഷേ ആ പരാതി നൽകിയ ശേഷം രാഹുൽ ഒളിവിൽ പോയി എന്ന രീതിയിലായിരുന്നു. എവിടെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതില്ല. രാഹുൽ ഒരു മറുപടി ഇല്ല എന്നാണ്. MLA ഓഫീസിലേക്ക് എത്തി 15 ദിവസത്തിന് ശേഷം ആ MLA ഓഫീസിലെ കസേരയിലേക്ക് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 27-ാം തീയതി പോയതാണ്. ഇപ്പോൾ ഒരു മടങ്ങിവരവാണ്. ആ മടങ്ങിവരവിന്റെ സമയത്ത് MLA ഓഫീസിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. 27-ാം തീയതി പോയതാണ്. അതിനുശേഷം SIT പലയിടത്തും തേടി, കണ്ടെത്തിയില്ല. പലയിടത്തും ഉണ്ടെന്ന് SIT അനുമാനിച്ചു, കണ്ടെത്തിയില്ല. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്ന് പറഞ്ഞു, വന്നില്ല. ഇപ്പോഴിതാ കുന്നത്തൂർമയുടെ ബൂത്തിൽ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. വോട്ട് ചെയ്തു, ഒരു ചായ കുടിച്ചു. MLA ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെത്തി ഒരു കുശല പറച്ചിലൊക്കെ നടത്തി. അങ്ങനെ MLA ഓഫീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്.